ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി, നമുക്ക് മെൻ്റലി സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി, വിഷമങ്ങളിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു നരസിംഹ ശ്ലോകമാണ്. ഇത് വിഷ്ണു സഹസ്രനാമത്തിൽ നിന്നുമുള്ള ശ്ലോകമാണ്. ഇത് ചൊല്ലേണ്ടുന്ന രീതിയെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ശ്ലോകം മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളവർ അത് കേൾക്കുക. അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി ചൊല്ലണമെന്ന് ആഗ്രഹമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനു മുൻപ് ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നലെ ഷഷ്ഠിയും അതേപോലെ വിശാഖവും ഒന്നിച്ചു വന്ന ദിവസമായിരുന്നു. സ്വാമിമലയിലെ ഭഗവാൻ മുരുകനെ സ്തുതിക്കുന്ന ഒരു ഒറ്റവരി മന്ത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഇന്നലെ ഞാൻ ചെയ്തിരുന്നു. അത് ഇന്നലെ ചെയ്യാത്തവർക്ക് ഇന്ന് ചെയ്യാവുന്നതാണ്. ഇന്നലെ ചെയ്തവർക്കും ഇന്ന് ചെയ്യാം. അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണ് അത്. അപ്പോൾ നമുക്ക് ഈ ഒരു മന്ത്രത്തിലോട്ട് പോകാം. അതായത് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്ന 1000 നാമങ്ങൾ അടങ്ങിയ സഹസ്രനാമമാണ്. ഒരുപാട് പേര് ഡെയിലി സഹസ്രനാമം ചൊല്ലുന്നവരുണ്ടാകും. ചൊല്ലുന്നവർ ഈ ഒരു മന്ത്രം ചൊല്ലണമെന്നുള്ള നിർബന്ധമില്ല. കാരണം ഡെയിലി നമ്മളത് ചൊല്ലുമ്പം ഈ ഒരു ശ്ലോകവും കൂടി ചൊല്ലിപ്പോകുന്നവരാണ്. വിഷ്ണു സഹസ്രനാമം ഡെയിലി ചൊല്ലാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ശ്ലോകം പറയുന്നത്. ഇത് വിഷ്ണു സഹസ്രനാമത്തിലെ 22ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ നരസിംഹസ്വാമിയെ സ്തുതിക്കുന്ന ശ്ലോകം. നമുക്കറിയാം, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരമാണ് നരസിംഹസ്വാമി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ശരീരവും സിംഹത്തിൻ്റെ മുഖവും. സാധാരണയായിട്ട് പറയുന്നത് ഈ 2 വിഭിന്ന രൂപങ്ങളോടു കൂടിയ ദൈവങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നാണ്. അതായത് നരനും നരിയും ചേർന്ന ഭാവം. നമുക്കറിയാം, ഹനുമാൻ സ്വാമി, ഹയഗ്രീവൻ, നരസിംഹസ്വാമി, വാരാഹി അമ്മ, ഇവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാക്കി തരുന്ന ദൈവങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു മന്ത്രം ചൊല്ലുന്നത്. ഇത് എല്ലാ ദിവസവും ഒരേ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതിയാവും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കതിൻ്റെ ഫലം അറിയാനായിട്ട് സാധിക്കും. ഇപ്പം ആഗ്രഹ പൂർത്തീകരണത്തിനാണെങ്കിൽ നമ്മളിത് ഒരു ദീപം കൊളുത്തി വെച്ച് അതിന് മുൻപിലിരുന്ന് വേണം ചൊല്ലാനായിട്ട്. ആ സമയത്ത് ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് ജലമോ, അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമ്പുവോ. ജലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ ആവശ്യത്തിനുള്ള ജലമെടുത്ത് ഒരു ഗ്ലാസ്സിൽ നമ്മുടെ മുൻപിൽ വെച്ചിട്ട് കത്തിച്ചു വെച്ച ദീപത്തിന് മുൻപിലിരുന്ന് ഈ ഒരു മന്ത്രം 4 തവണ ജപിക്കണം. അങ്ങനെയല്ല, നമുക്ക് മനസ്സിനൊരു സ്ട്രെങ്ത് ഉണ്ടാവണം, നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, എവിളൈ പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ നിന്നും ശത്രുക്കൾ ഇല്ലാതാവണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതെല്ലാ ദിവസവും ഒരേ ഒരു തവണ ചൊല്ലിയാൽ മതി. ഒന്നെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മുഖവും കാലും കയ്യുമൊക്കെ കഴുകി ഫ്രഷായിട്ട് ചൊല്ലാം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ചൊല്ലുക. അതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത്. 22ാമത്തെ ശ്ലോകമാണ് ഇത് വിഷ്ണു സഹസ്രനാമത്തിൽ. ഇനി വിഷ്ണു നാമങ്ങൾ, ഭഗവാന്റെ 1000 നാമങ്ങളിൽ 198 മുതൽ 208 വരെയാണ് ഈ ഓരോ നാമങ്ങളും വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ മന്ത്രം നിങ്ങൾക്ക്, അതായത് ആ ഒരു ശ്ലോകം നിങ്ങൾക്ക് ചൊല്ലിത്തരാം. അതിനുശേഷം അതിൻ്റെ അർത്ഥം കൂടിയിട്ട് പറയാം. ശ്ലോകം ഞാനിവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട്. അമൃത്യു സർവദൃക് സിംഹഃ സന്ധാതാ സന്ധിമാൻ സ്ഥിരഃ അജോ ദുർമർഷണ ശാസ്താ വിശ്രുതാത്മാ സുരാരിഃ. അമൃത്യു സർവദൃക് സിംഹ സന്ധാതാ സന്ധിമാം സ്ഥിരഃ അജോ ദുർമർഷണ ശാസ്താ വിശ്രുതാത്മാ സുരാരിഃ. ഇതാണ് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത്. ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് മുതലോ നാളെ മുതലോ ശനിയാഴ്ച മുതലോ ചോതി നക്ഷത്രത്തിലോ ഏതൊരു ദിവസം വേണമെങ്കിലും നമുക്ക് തുടങ്ങാം. ഒരു ദീപം, നെയ്ദീപം തെളിയിച്ചു വെക്കുക. അതിന് മുൻപിലായിട്ട് ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് ജലം വെച്ചിട്ട് ആ ജലം നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് 4 തവണ ഈ ഒരു മന്ത്രം ചൊല്ലാം. അങ്ങനെയല്ലെങ്കിൽ ഒരു ഗ്രാമ്പൂ എടുത്ത് അത് നമ്മുടെ
വായ്ക്കുള്ളിൽ പല്ലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കടിച്ച് പിടിച്ചിട്ട് പൊട്ടിക്കരുത്. കടിച്ച് പിടിച്ച് നമ്മൾ 4 പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലുക. മന്ത്രം ചൊല്ലിയതിന് ശേഷം നമുക്കത് ചവച്ച് മിഴുങ്ങാവുന്നതാണ്. അതിന് താല്പര്യമില്ലാത്തവർക്ക് ആരും കാല് ചവിട്ടാത്തിടത്ത് കളയാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമ്പു ആണെങ്കിലും ആ ഒരു വെള്ളമാണെങ്കിലും ഇത് എനർജൈസ് ചെയ്യും. നമ്മൾ ആ പറയുന്ന മന്ത്രം ആ വെള്ളം എനർജൈസ് ചെയ്യുകയും ആ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. അതായത് വാട്ടർ മാനിഫെസ്റ്റേഷനും ഒപ്പം തന്നെ മന്ത്രജപവും രണ്ടും കൂടിയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം കൂടിയിട്ട് എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് അമൃത്യു. അമൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാശമില്ലാത്തവൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. സർവദൃക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കണ്ട് അറിയുന്നവൻ. നമ്മൾ വിചാരിക്കുന്നത് പോലല്ല, നമ്മളിവിടെ ഇരുന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട്. അടുത്തത് സിംഹ. സിംഹ എന്ന് പറയുമ്പം നമ്മൾ ഓപ്പോസിറ്റ് വേർഡ്സ് ഒക്കെ എഴുതുന്നത് പോലെ ഹിംസക എന്നാണ്. അതായത് പാപത്തെ നശിപ്പിക്കുന്ന ആളാണ് ഭഗവാൻ. സന്താത. സന്താത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിച്ചു കഴിയുമ്പം തന്നെ അവനോടൊപ്പം അവൻ്റെ കർമ്മഫലവും ജനിക്കുന്നുണ്ട്. ആ കർമ്മഫലത്തെ മനുഷ്യനോട് ചേർക്കുന്നവനാണ് ഭഗവാൻ. അടുത്തത് സന്ധിമാൻ. സന്ധാത എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മം മനുഷ്യനോടു കൂടി ജനിക്കാൻ അവനെ അനുവദിക്കുന്ന ഭഗവാൻ. സന്ധിമാൻ എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തെ സ്വയമേവ ഏറ്റെടുക്കുന്ന ആളാണ് ഭഗവാൻ. അതാണ് സന്ധിമാൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ നമ്മുടെ കർമ്മഫലത്തോട് കൂട്ടിച്ചേർക്കുന്നതും ആ കർമ്മഫലത്തെ അതേപോലെ ഏറ്റെടുക്കുന്നതും ഭഗവാനാണ്. അടുത്തത് സ്ഥിര. സ്ഥിരഹ എന്ന് പറഞ്ഞാൽ ഒരേ നിലയിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നവൻ. ഭഗവാൻ അങ്ങനെയാണല്ലോ. ഭഗവാൻ ഒരിക്കലും ഒരു രീതിയിലുമുള്ള മാറ്റങ്ങൾ വരാറില്ല. അടുത്തത് അജഹ. അജഹ എന്ന് പറഞ്ഞാൽ നശ്വരമായ ഭക്തിയോടുകൂടി, യഥാർത്ഥമായ ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭക്തൻ്റെ ഹൃദയത്തിലോട്ട് ഗമിക്കുന്നവൻ. അതാണ് അജഹ എന്ന് പറഞ്ഞാൽ. ദുർമർഷണ. ദുർമർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർഷണം എന്നാൽ എതിർക്കുന്നവൻ, അസുരന്മാരെ എതിർക്കുന്നവൻ. അതായത് അസുരന്മാർക്ക് നശിപ്പിക്കാൻ സാധിക്കാത്തവനാണ് ഭഗവാൻ. അടുത്തത് ശാസ്ത. ശാസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ കർമ്മഫലത്തെ ഇല്ലാതാക്കാനും ഈ ഭൂമിയിൽ എല്ലാ സുഖഭോഗങ്ങളോടും കൂടി ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാൻ, ആത്മീയമായി ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാൻ, അങ്ങനെ ഏത് രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിലും ഭഗവാൻ അതിന് നമുക്കൊരു വഴികാട്ടി തന്നിട്ടുണ്ട്. ഭഗവത്ഗീത, രാമായണം, ഭാഗവതം, നാരായണീയം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഋഷിവര്യന്മാർ എഴുതിയിട്ടുണ്ട്. അതായത് മഹാത്മാക്കൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശാസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കേണ്ടുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഗ്രന്ഥങ്ങൾ വഴി നമുക്ക് പറഞ്ഞു തന്ന വഴികാട്ടിയാണ് ഭഗവാൻ എന്നതാണ്. അടുത്തത് വിശ്രുതാത്മാ. പ്രശസ്തനാകുന്നത്. അതായത് സത്യവാക്കുള്ളവരാണ് ഭഗവാൻ. ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്, ഭഗവാൻ അത് പാലിക്കും. ആ രീതിയിൽ പ്രശസ്തനായവനാണ് ഭഗവാൻ. അടുത്തത് സുരാരിഹ. സുരൻ എന്ന് പറഞ്ഞാൽ ദേവൻ, അരി എന്ന് പറഞ്ഞാൽ ശത്രു, ഹ എന്നാൽ ഹനിക്കുന്നവൻ. അതായത് ദേവന്മാരെ ഇല്ലാതാക്കുന്ന, ദേവന്മാർക്ക് പ്രശ്നങ്ങൾ കൊടുക്കുന്ന അസുരന്മാരെ ഇല്ലാതാക്കുന്നവനാണ് സാക്ഷാൽ ഭഗവാൻ. അപ്പം ഇതാണ് ഈ ഒരു വരിയുടെ അർത്ഥം. അർത്ഥം അറിഞ്ഞ് നമ്മൾ ചൊല്ലുമ്പം അതിന് മറ്റൊരു ഫലമാണ്. അതുകൊണ്ടാണ് അർത്ഥമറിഞ്ഞ് നമ്മൾ എന്ത് ചൊല്ലിയാലും അത് ആ രീതിയിൽ ചൊല്ലണം എന്ന് പറയുന്നത്. അമൃത്യു സർവദൃക് സിംഹഃ സന്താതാ സന്ധിമാം സ്ഥിരഃ അജോ ദുർമർഷണ ശാസ്താ വിശ്രുതാത്മാ സുരാരിഹ. ഈ ഒരു മന്ത്രം നമ്മൾ ഒരു 3-4 ദിവസം ചൊല്ലുമ്പം തന്നെ നമ്മളിത് കാണാതെ പഠിക്കും. ഇതെല്ലാ ദിവസവും നമ്മൾ ചൊല്ലിക്കോളുക. യാത്ര പോകുമ്പോഴും നമുക്ക് പ്രൊട്ടക്ഷൻ പോകുമ്പോഴും ചില സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത ഭീതി തോന്നും, വിഷമം തോന്നും. ആ സമയത്തൊക്കെ നമുക്കിത് ചൊല്ലാവുന്ന മന്ത്രമാണ്. പിന്നെ
പീരിയഡ്സ് പുലവാലായ്മയുള്ള സമയങ്ങളിൽ നമുക്ക് മനസ്സിൽ ചൊല്ലാം, ഉച്ചത്തിൽ ചൊല്ലരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിഷ്ണു സഹസ്രനാമത്തിലെ മന്ത്രമാണെങ്കിൽ പോലും ഇത് നമുക്ക് ആ സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ചൊല്ലാവുന്നതാണ്. പീരിയഡ്സ് പുലവാലായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുൻപുമായിട്ട് മനസ്സിൽ ഇത് ചൊല്ലാവുന്നതാണ്. ആഗ്രഹ പൂർത്തീകരണത്തിനാണെങ്കിൽ അതിന് ആ ഒരു രീതിയിലും ചൊല്ലാം. അപ്പം എല്ലാവരും ഇതൊന്ന് ചൊല്ലി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാൻ നരസിംഹസ്വാമിയുടെയും സാക്ഷാൽ പ്രപഞ്ചനാഥനായ മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാവുന്നതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.